നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മത്സരഗ്രഹത്തിന്റെ നടുവിൽ പാർക്കുന്നു. കാണുവാൻ കണ്ടുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾപ്പാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല. അവർ മത്സരഗ്രഹമല്ലോ. ആകയാൽ മനുഷ്യപുത്ര, നീ യാത്രക്കോപ്പ് ഒരുക്കി പകൽ സമയത്ത് അവർ കാണെ പുറപ്പെടുക. അവർ കാണെ നിന്റെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക. മത്സരഗ്രഹമെങ്കിലും പക്ഷേ അവർ കണ്ട് ഗ്രഹിക്കുമായിരിക്കും. യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്ത് അവർ കാണെ പുറത്തു കൊണ്ടുവരണം. വൈകുന്നേരത്ത് അവർ കാണെ പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടണം. അവർ കാണെ നീ മതിൽ കുത്തി തുറന്ന് അതിൽ കൂടെ അത് പുറത്ത് കൊണ്ടുപോകണം. അവർ കാണെ നീ അത് തോളിൽ ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് യാത്ര പുറപ്പെടണം. നിലം കാണാതെ വണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളണം. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിൽ ഒരു അടയാളം ആക്കിയിരിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. യാത്രക്കോപ്പ് പോലെ ഞാൻ എൻ്റെ സാമാനം പകൽ സമയത്ത് പുറത്ത് കൊണ്ടുവന്നു. വൈകുന്നേരത്ത് ഞാൻ എൻ്റെ കൈകൊണ്ട് മതിൽ കുത്തി തുറന്ന് ഇരുട്ടത്ത് അത് പുറത്തു കൊണ്ടുവന്നു. അവർ കാണെ തോളിൽ ചുമന്നു. എന്നാൽ രാവിലെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, മത്സരഗ്രഹമായ ഇസ്രായേൽ ഗൃഹം നിന്നോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ? ഈ അരുളപ്പാട് യെരൂശലേമിലെ പ്രഭുക്കന്മാർക്കും അവരുടെ ചുറ്റും പാർക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും ഉള്ളത് എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് നീ അവരോട് പറക. ഞാൻ നിങ്ങൾക്ക് അടയാളമാകുന്നു എന്ന് നീ പറക. ഞാൻ ചെയ്തതുപോലെ അവർക്ക് ഭവിക്കും. അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അവരുടെ ഇടയിലുള്ള പ്രഭു ഇരുട്ടത്ത് തോളിൽ ചുമടുമായി പുറപ്പെടും. അത് പുറത്ത് കൊണ്ടുപോകേണ്ടതിന് അവൻ മതിൽ കുത്തി തുറക്കും. കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം മൂടും. ഞാൻ എൻ്റെ വല അവൻ്റെ മേൽ വീശും. അവൻ എൻ്റെ കെണിയിൽ അകപ്പെടും. ഞാൻ അവനെ കൽദയ ദേശത്ത് ബാബേലിൽ കൊണ്ടുപോകും. എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ച് മരിക്കും. അവൻ്റെ ചുറ്റുമുള്ള സഹായക്കാർ ഒക്കെയും അവൻ്റെ പടക്കൂട്ടങ്ങളൊക്കെയും ഞാൻ 4 ദിക്കിലേക്കും ചിതറിച്ചു കളയും. അവരുടെ പിന്നാലെ വാളൂരുകയും ചെയ്യും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിഹ്നിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. എന്നാൽ അവർ പോയി ഇരിക്കുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ സകല മ്ലേച്ഛതകളെയും വിവരിച്ച് പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ കൊണ്ട്, ക്ഷാമം കൊണ്ടും, മഹാമാരി എന്നിവയിൽ നിന്നും ശേഷിപ്പിക്കും. ഞാൻ യഹോവയെന്നവർ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാ, മനുഷ്യപുത്ര, നടുക്കത്തോടെ അപ്പം തിന്നുകയും വിറയലോടെ പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക. ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത്, യെരൂശലേം നിവാസികളെയും ഇസ്രായേൽ ദേശത്തെയും കുറിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവരുടെ ദേശം അതിലെ സകല നിവാസികളുടെയും സാഹസ നിമിത്തം അതിൻ്റെ നിറവോടുകൂടെ ശൂന്യമായി പോകുന്നത് കൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും സ്തംഭനത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും. ജനപുഷ്ടിയുള്ള പട്ടണങ്ങൾ ശൂന്യവും ദേശം നിർജ്ജനവും ആയിത്തീരും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാ, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് ഉള്ളത് എന്ത്? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രായേലിൽ ഇനി അതൊരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനത്തിൻ്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കുക. ഇസ്രായേൽ ഗൃഹത്തിൽ ഇനി വിദ്യാദർശനവും വ്യാജപ്രവചനവും ഉണ്ടാകുകയില്ല. യഹോവയായ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും. അത് താമസിയാതെ നിവൃത്തിയാവും. മത്സരഗൃഹമേ, നിങ്ങളുടെ കാലത്തു തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും അവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതുമാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ വചനങ്ങളിൽ ഒന്നും
നീ താമസിക്കയില്ല, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യെഹെസ്കേലിന് ദൈവം വീണ്ടും ഒരു അടയാളമായി ഉപയോഗിക്കുന്നതാണ് 12-ാം അധ്യായം. ദൈവം കൽപ്പിച്ചു, നീ പകൽ സമയത്ത് യാത്രക്കോപ്പുകൾ ഒരുക്കുക. അതായത് പ്രവാസത്തിലേക്ക് പോകുന്നത് പോലെ അതിനകത്ത് തുണികൾ, അല്ലെങ്കിൽ കട്ടില്, അല്ലെങ്കിൽ കസേര, പാത്രങ്ങൾ, ഇതെല്ലാം കാണും. പകലൊരുക്കി വയ്ക്കുക. വൈകുന്നേരത്ത് നല്ല ഇരുട്ട് ആകുന്ന സമയത്ത് മതിലിൻ്റെ ഒരു ഭാഗം തുറക്കണം. എന്നിട്ട് നീ യാത്രക്കോപ്പുകൾ അതിൻ്റെ പുറത്ത് കടത്തണം, നീയും പുറത്ത് കടക്കണം. എന്നിട്ട് നിന്റെ മുഖം മൂടിയിരിക്കണം. ഇത് കാണുന്ന ഇസ്രയേല് ഒരു പാഠം പഠിക്കണം. നീ അവരോട് പറയണം, ഇത് നിങ്ങൾക്കുള്ള അടയാളമാണ്. നിങ്ങൾ ഈ ദേശം വിട്ട് ബാബേലിലേക്ക് അതുപോലെ മറ്റു ദേശങ്ങളിലേക്കും ചെതറി ഓടാൻ ഇടയാകും. യെരൂശലേം ശൂന്യമായി പോകും. പ്രഭു അല്ലെങ്കിൽ രാജാവ് മുഖമൊക്കെ മൂടി അദ്ദേഹം ബാബേലിലേക്ക് കൊണ്ടുപോകപ്പെടാൻ ഇടയാകും. പക്ഷേ ആ ബാബേൽ അദ്ദേഹം കാണുകയില്ല. അവിടെ വെച്ച് അതിനു മുമ്പ് അദ്ദേഹം കൊല്ലപ്പെടും. പ്രവാസദേശത്ത് മിക്കപേരും വാളാലും ക്ഷാമത്താലും മഹാമാരിയാലും മരിക്കും. കാരണം ഒന്നിനു പുറകെ അനർത്ഥം അവരെ പിന്തുടരും. കാരണം അവർ ഒന്നിനു പുറകെ ഒന്നായി വിഗ്രഹങ്ങളെ ആരാധിച്ചവരാണ്, ലജ്ജത പ്രവർത്തിച്ചവരാണ്, ദൈവത്തെ മറന്നവരാണ്, അഹങ്കാരം പ്രവർത്തിച്ചവരാണ്. ദൈവമാണ് അവർക്ക് ഭക്ഷണം നൽകിയത്, ദൈവമാണ് അവർക്ക് കാഴ്ചയും കേൾവിയും നൽകിയത്, ദൈവമാണ് അവർക്ക് തൊഴിലും ആരോഗ്യവും വീടും എല്ലാം നൽകിയത്, ദൈവമാണ് അവർക്ക് മക്കളെയും ബന്ധങ്ങളെയും നൽകിയത്, ദൈവമാണ് അവർക്ക് വിജയം നൽകിയത്. ഇതെല്ലാം അവർ മറന്ന് അവർ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവര് മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്തു. ദൈവവചനത്തെ അവര് കാറ്റിൽ പറത്തി. അതുകൊണ്ട് ദൈവം അവരെ ചിതറിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ കുറെ ആളുകൾ ബാക്കിയുണ്ട്, പക്ഷേ അവർ പാഠം പഠിക്കുന്നില്ല. അതുകൊണ്ട് ശേഷിക്കുന്ന ആളുകൾ പാഠം പഠിക്കാൻ വേണ്ടി യെഹെസ്കേലിന് ദൈവം ഒരു സാധന പാഠം ആക്കുകയായിരുന്നു. ദൈവം പറഞ്ഞു, ആളുകൾ ഇവിടുന്ന് ചെതറി ഓടും. ശേഷിക്കുന്ന ആളുകൾ അവരെ ക്ഷാമം കൊണ്ട് ഉറുതിമുട്ടും. ആ കാലത്ത് അവര് ഓർക്കും, യെഹെസ്കേലിന്റെ പ്രവചനം ഓർക്കും. ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണല്ലോ, പാപം നിമിത്തം ദൈവം ശിക്ഷിച്ചതാണല്ലോ എന്ന് അവരറിയാൻ, അവർ മാനസാന്തരപ്പെടാൻ ഇടയാകും. യെഹെസ്കേലിന്റെ പ്രവചനങ്ങൾ ഒക്കെ ദീർഘകാലം കഴിഞ്ഞ് സംഭവിക്കാനുള്ളതാണെന്നാണ് അവർ പറഞ്ഞു നടന്നത്. പക്ഷെ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, ഉടനടി സംഭവിക്കും. അവർ കാണുക ഇത് സംഭവിക്കും, അവരുടെ കാലത്ത് തന്നെ ഇത് സംഭവിക്കും എന്ന് നീ അവരോട് പറയണം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. പ്രിയപ്പെട്ടവർ, യേശുവിന്റെ സുവിശേഷം, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ നരകമേറ്റ് യാഗമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ടാൽ യേശു മടങ്ങി വരികയും ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ യേശുവിനോടൊത്ത് വാഴാൻ സാധിക്കും. ഇന്ന് യേശുവിൻ്റെ ആത്മീക അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നല്ല കുടുംബജീവിതം, സന്തോഷമുള്ള, സമാധാനമുള്ള, മദ്യം ആവശ്യമില്ലാത്ത ഒരു കുടുംബജീവിതം ദൈവം നൽകും എന്ന് അറിയിച്ചിട്ട് ഒരു കുലുക്കവും ആളുകൾക്കില്ലാതെ തങ്ങളുടെ മതത്തിൻ്റെയും പാപത്തിൻ്റെയും മദ്യത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഒക്കെ പിന്നാലെ പോവുകയാണ്. തീർച്ചയായിട്ടും ഏറെ താമസിയാതെ കർത്താവ് അതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് കാണുന്ന അവിടെയുള്ള ക്ഷാമം, ഭൂകമ്പം, അതുപോലെ മേഘവിസ്ഫോടനം, യുദ്ധങ്ങൾ, ഇതെല്ലാം യേശുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങളാണ്. കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ കർത്താവ് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒട്ടും വൈകാതെ മാനസാന്തരപ്പെട്ട ഒരു ആത്മീയ ജീവിതം നയിക്കാൻ, യേശുവിനെ ആരാധിക്കാൻ ദൈവം ഏവരെയും ഒരുക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.